കണ്ണൂരിൽ ആത്മീയ തട്ടിപ്പ് പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു. മൂന്നാം കണ്ണ് സിദ്ധി നേടി അഭിവൃദ്ധിയുണ്ടാക്കാമെന്ന് ധരിപ്പിച്ച് തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി. മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. ഹിമാലയൻ മിസ്റ്റിക് തേർഡ് ഐ ട്രസ്റ്റിനെതിരെയാണ് ആരോപണം. ഹിമാലയൻ മാസ്റ്റർ എന്നറിയപ്പെടുന്ന അഷ്റഫ് അടക്കം 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പ്രപഞ്ചോർജ്ജത്തെ ഉപയോഗിച്ച് നേട്ടമുണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ച് ക്ലാസുകൾ നടത്തിയെന്ന പരാതിയിൽ പറയുന്നു. കേരളത്തിലുടനീളം ട്രെയിനിങ് ക്ലാസുകൾ സംഘടിപ്പിച്ചു. ജീവിതത്തിലെ സമഗ്രമായ മേഖലകളിലും അഭിവൃദ്ധി നേടാമെന്നായിരുന്നു വാഗ്ദാനം. ക്ലാസുകളിൽ പങ്കെടുത്താൽ മൂന്നാം കണ്ണ് തുറക്കാൻ കഴിയുമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. ക്ലാസ്സിൽ പങ്കെടുത്ത ശേഷമാണ് തട്ടിപ്പ് മനസ്സിലായതെന്ന് പരാതിക്കാർ പറയുന്നു. ആത്മീയമായ ഉണർവുകൾ ഉണ്ടാക്കാനായി ഹിമാലയത്തിൽ നിന്ന് ഔഷധക്കൂട്ടുകൾ ഉണ്ടെന്നും അഷ്റഫ് ഒരു ആൾദൈവത്തെ പോലെയായിരുന്നു പെരുമാറിയതെന്നും പരാതിയിൽ പറയുന്നു. ആദ്യഘട്ടത്തിൽ 14,000 മുതലാണ് ഒരു ക്ലാസ്സിന് വാങ്ങിച്ചിരുന്നത്. പിന്നീട് പല രൂപത്തിൽ പണം വാങ്ങിയെന്നാണ് പരാതിയിൽ പറയുന്നത്. മലപ്പുറം ഒഴിച്ച് 13 ജില്ലകളിലും അഷ്റഫ് ക്ലാസുകൾ നടത്തിയിട്ടുണ്ട്. വിചാരിച്ച കാര്യങ്ങൾ സാധിക്കും, രോഗങ്ങൾ മാറും, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറും, കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, ആത്മീയമായി ഉയർച്ചയിൽ എത്തും എന്നിങ്ങനെ വാഗ്ദാനങ്ങൾ നൽകിയായിരുന്നു തട്ടിപ്പ്. പ്രപഞ്ചത്തിൽ താൻ മാത്രമാണ് ഏക ഗുരു എന്ന ആശയത്തിൽ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. ഗുരുവിനെ നേരിട്ട് കണ്ട അനുഗ്രഹം വാങ്ങുന്നതിനായി പ്രത്യേകം ഫീസ് ഈടാക്കിയിരുന്നതായും പരാതിയിൽ പറയുന്നു. പരാതി ഉയർന്നതിന് പിന്നാലെ ട്രസ്റ്റിന്റെ സൈറ്റ് അപ്രത്യക്ഷമായി. നമ്മുടെ ഈ ഹിമാലയൻ മിസ്റ്റിക് തേർഡ് ഐ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് തട്ടിപ്പ് നടത്തിയത്. അതിൻ്റെ പേരിൽ ട്രസ്റ്റും നിലനിൽക്കുന്നുണ്ട്, ഹിമാലയൻ മിസ്റ്റിക് തേർഡ് ഐ എന്ന് പറയുന്ന ട്രസ്റ്റ്. അപ്പോൾ ഇതിൽ അഷ്റഫ് എന്ന് പറയുന്ന വ്യക്തി, ഡോക്ടർ അഷ്റഫ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ തട്ടിപ്പിൻ്റെ മുൻപന്തിയിലുള്ള ആൾക്കാർ. പിന്നെ അതിൽ ഡോക്ടറുള്ള സനൽകുമാർ ഫോറസ്റ്റ് റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. ഫോറസ്റ്റ് റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ വിനോദ് കുമാറാണ്. സനൽകുമാർ എന്ന് പറയുന്ന വ്യക്തി, സനൽ ഇപ്പോഴും സർവീസിലിരിക്കുന്ന വ്യക്തിയാണ് സനൽ. പിന്നെ അഭിനന്ദ് കാഞ്ഞങ്ങാട് എയിംസ് MBBS പാസ്സായ ഡോക്ടറാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് ഈ തട്ടിപ്പിന് പിറകിലുള്ളത്. പിന്നെ അനിരുദ്ധൻ എന്ന് പറയുന്ന ആദ്യത്തെ ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ്, അനിരുദ്ധൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവരൊക്കെ ചേർന്നിട്ടാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഇവിടെ കണ്ണൂരിൽ നടന്ന ക്ലാസ്സിലാണ് ഞാൻ പങ്കെടുത്തത്. കണ്ണൂരിൽ മലബാർ റെസിഡൻസിയിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അവിടെ 2024 ഒക്ടോബർ 20 മലബാർ റെസിഡൻസിയിൽ ഒരു ക്ലാസ് നടന്നു. ആ ക്ലാസ്സിൽ പരിമിതമായ സീറ്റേ ഉള്ളൂ. സയൻസുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് നടക്കുന്നത് എന്നറിഞ്ഞിട്ടാണ് ഞാൻ ക്ലാസ്സിൽ പങ്കെടുത്തത്. ഇതിൽ സയൻസിൻ്റെ E=mc² എന്ന് പറയുന്നതും പിന്നെ കണികാ സിദ്ധാന്തം ഇതേപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവർ യൂട്യൂബിലിട്ട വീഡിയോയിൽ കാണാൻ വേണ്ടി സാധിച്ചത്. അതിൻ്റെയൊക്കെ വിശദീകരണങ്ങൾ, അതിനെക്കുറിച്ചുള്ള പഠനം ഇതൊക്കെയാണ് സാധിച്ചത്. പിന്നെ പിന്നീട് അവർ ആത്മീയ തലത്തിലുള്ള ആൾക്കാരെയും യോഗ പോലുള്ള മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഇവർ ക്യാച്ച് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇതിൽ കൂട്ടത്തിൽപ്പെട്ട എല്ലാ ആൾക്കാരും ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ കൂടുതലും ആൾക്കാർ സയൻസുമായി ബന്ധപ്പെട്ട ക്ലാസ് ആണെന്ന് അറിഞ്ഞിട്ടാണ് കുട്ടികളൊക്കെ കൂട്ടി വരുന്നത്. കുട്ടികൾക്കൊക്കെ ഉപകാരപ്പെടും എന്നുള്ള പരസ്യമാണ് ഇവർ നൽകുന്നത്. വിനോദ് കുമാർ എന്ന വ്യക്തിയാണ് ഈ ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത്. അയാൾ റിട്ടയർഡ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ്. വിനോദ് കുമാറാണ് നമ്മൾ ക്യാഷൊക്കെ വാങ്ങുന്നത്. ഞാനതിൽ 14,000 രൂപയാണ് ഞാൻ ക്ലാസ്സിൻ്റെ ഫീ ആയിട്ട് ടോട്ടൽ കൊടുത്തത്. 10,000 രൂപ മുൻകൂട്ടി അടക്കണം എന്ന് പറഞ്ഞു. പരിമിതമായ സീറ്റായതുകൊണ്ട് മുൻകൂട്ടി 10,000 രൂപ അടക്കണം. അതിനുശേഷം ക്ലാസ്സിൽ കയറുമ്പോൾ 4,000 രൂപ അടച്ചു. അതിനുശേഷം മാത്രമേ ക്ലാസ്സിൽ കയറ്റൂ. അപ്പോൾ ക്ലാസ്സിൽ കയറിയതിന് ശേഷം പിന്നെ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി അവർ വാങ്ങി വെച്ചു. അതിനുശേഷം പിന്നെ ഈ ഡോക്ടർ അഷ്റഫ് എന്ന് പറയുന്ന വ്യക്തി വന്നു. സയൻസുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി. ക്ലാസ്സിൻ്റെ പകുതി തലം കഴിഞ്ഞപ്പോൾ നല്ല ആത്മീയതയിലേക്കുള്ള സംസാരത്തിലേക്ക് എത്തി. അങ്ങനെ എനിക്ക് ഹിമാലയത്തിൽ നിന്ന് എനിക്ക് സിദ്ധി ലഭിച്ചിട്ടുണ്ട്. ഞാൻ മിലിറ്ററി ഉദ്യോഗസ്ഥനായിട്ട് വർക്ക് ചെയ്ത ആളാണ്. മിലിറ്ററി ഉദ്യോഗസ്ഥനായി വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടി. ഞാൻ ഹിമാലയത്തിലെത്തി. അവിടെ എനിക്കൊരു എലക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗുരുവിനെ കാണാൻ സാധിച്ചു.